ചീള് കേസ് അവനല്ല വേണ്ടേ? എനിക്കൊന്നുമില്ല. 2 മന്ത്രിമാർ പീഡിപ്പിച്ചു, 17 ഭരണകക്ഷി MLA പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വ്യക്തമാണ്. അയ്യേ, അത് അവനൊക്കെ ചീള് കേസ്. എനിക്ക് അവനൊന്നുമല്ല. ആരാണ് ചീള് കേസ് എന്നറിയാമോ? മറുനാടൻ മലയാളി, മറുനാടനിലെ സാജൻ സക്കറിയ. പുള്ളിക്കാരൻ ഒരു വാർത്ത ഇട്ടിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം മിനു മുനീറിനെ കുറിച്ചാണ്. മിനു മുനീറിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ നടന്മാരെ ഇങ്ങനെ മാറി 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 ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2 മന്ത്രിമാർക്കെതിരെയും 17 ഭരണപക്ഷ MLA പുള്ളിക്കാരി ഇനിയും പറയാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി പുള്ളിക്കാരൻ വീഡിയോ ഇട്ടു. ഈ വീഡിയോ ഇട്ടത് പുള്ളിക്കാരിക്ക് പിടിച്ചില്ല. ആർക്ക്? മിനു ചേച്ചിക്ക് പിടിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഈ ചേച്ചി എന്ത് ചെയ്തു? വേറൊരു ചാനലിൽ പോയിരുന്ന ഒരു ഇൻ്റർവ്യൂ അങ്ങോട്ട് കൊടുത്തു. ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അവിടെ ഇൻ്റർവ്യൂ എടുത്ത ആൾ ചോദിച്ച ചോദ്യത്തിന് പുള്ളിക്കാരി മറുപടി പറഞ്ഞതാണ്, ഈ പറയുന്ന ആൾ ആരാ, അവൻ ആരാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാജൻ സക്കറിയയ്ക്ക് ഇട്ട് നല്ല താങ്ങ് താങ്ങുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാൻ കൊടുത്ത പരാതിയിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറില്ല. അന്ന് എനിക്ക് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. ഇന്നെനിക്കതൊന്നുമില്ല. ഇന്ന് ഇവരുടെയൊക്കെ അന്ത്യം കണ്ടിട്ടല്ലാതെ ഞാൻ ഇനിയും ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള നിശ്ചയത്തോടു കൂടിയാണ് ചേച്ചി ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴത്തെ ചേച്ചി വന്ന ഇൻ്റർവ്യൂയിലൂടെ പറഞ്ഞിരിക്കുകയാണ് സാജൻ സക്കറിയയെ കുറിച്ച്. നമുക്ക് ആദ്യം സാജൻ സക്കറിയ എന്താണ് പറഞ്ഞതെന്ന് ആദ്യം കേൾക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. എന്തായാലും ചേച്ചി ഇപ്പം 7 പേർക്കെതിരെയായിരുന്നു. മുകേഷ്, ജയസൂര്യ, ബാലേന്ദ്ര മേനോൻ, അതോടൊപ്പം തന്നെ ഇടുക്കി ജാഫർ, അങ്ങനെ തുടങ്ങി 8, 10, 15, 20, 1000 കണക്കിന് ആൾക്കാരെ ഇങ്ങനെ വലിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഈ മന്ത്രിമാരുണ്ട്, 2 മന്ത്രിമാർ, 17 MLA അങ്ങനെ തുടങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. ആ കിടക്കുമ്പോഴാണ് സാജൻ സക്കറിയ ഈ ഒരു കാര്യം പറയുന്നത്. സാജൻ സക്കറിയ പറയുന്ന കാര്യം ഒന്ന് കേട്ടാലോ. ആ സ്ത്രീ കരുതുന്നത് അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴും, മന്ത്രിമാർ രാജിവെക്കും, MLA നാടുവിടുമെന്നൊക്കെയാണ്. ആകപ്പാടെ 2 സിനിമയിൽ അഭിനയിച്ചു എന്ന് അവകാശപ്പെടുന്നു. അവർ പോലും അവകാശപ്പെടുന്നത് 2 സിനിമയിൽ അഭിനയിച്ചു എന്നാണ്. അവർ പറയുകയാണ്, മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു, 2 മന്ത്രിമാർ പീഡിപ്പിച്ചു, 17 ഭരണകക്ഷി MLA പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വ്യക്തം. ഇവിടെ സാജൻ പറയുന്നുണ്ട്. പക്ഷേ സാജൻ പറഞ്ഞത് ഒരു തെറ്റുണ്ട്. 2 സിനിമയിലൊന്നുമല്ല കേട്ടോ. പുള്ളിക്കാരി തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിലും കുറേ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ചേച്ചി. അങ്ങനെ നിസാരക്കാരിയായിട്ടൊന്നും കാണണ്ട. ചേച്ചി പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളാരും കണ്ടിട്ടില്ല. അതാണ് മെയിൻ. അത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി അതിന് മറുപടിയായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, ആട്ടുന്നുണ്ട് മറുനാടനെ. കണ്ടു നോക്കൂ. MLA പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വ്യക്തമാണ്. അയ്യേ, അതൊരു ചാനലാ. ചീള് കേസ്. അവനല്ല വേണ്ടേ? എനിക്കൊന്നുമില്ല. വല്ല കാശും വാങ്ങിച്ചിട്ടുണ്ടാകും എല്ലാവരുടെ കയ്യിൽ നിന്ന്. മുകേഷിന്റെ ബാലേന്ദ്രമേനോ എന്നൊക്കെ വല്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവനിട്ടല്ലേ പണ്ട് എയർപോർട്ട് വെച്ച്. അത് ശരിയാ. സത്യം തുറന്നു പറയുന്നത് ആരുടെ കാശ് മേടിച്ചിട്ടാ. ഇപ്പൊ നമ്മളും കാശ് മേടിച്ചിട്ടാ പറയുന്നത് ചേച്ചി. നമ്മളും കാശ് മേടിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഞങ്ങൾ മേടിച്ചിട്ടൊക്കെ പറയുന്നത്. അല്ല ചേച്ചി പറഞ്ഞതിൻ്റെ തെറ്റോ അല്ല ചേച്ചി പറഞ്ഞതിൻ്റെ അത് സത്യമില്ലായ്മയൊന്നുമല്ല. ഇപ്പം മറുനാടനും കാശ് മേടിച്ചിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് സാജന് ഈ പറയുന്ന സാജന് അടി കിട്ടിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇവനിട്ടല്ലേ പണ്ട് എയർപോർട്ട് വെച്ച് അടി വാങ്ങിയത്. ഇവനെ ഞാൻ എയർപോർട്ടിൽ കണ്ട എന്നെ പറ്റി എന്തിനാ അനാവശ്യം പറഞ്ഞോ? അവനെ എയർപോർട്ടല്ല, എന്റെ മുമ്പിൽ കണ്ട അവന്റെ പാലില് ഒറ്റ കൊടുക്കും. എന്നിട്ട് സാജൻ സക്കറിയ സൂക്ഷിച്ചോ, നിങ്ങളുടെ പല്ലടിച്ച് താഴെ ഇടുമെന്നാ പറഞ്ഞേക്കണേ. നിങ്ങളുടെ പല്ലടിച്ച് താഴെ ഇടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം. ബാക്കി കേറട്ടെ, ബാക്കി പോരട്ടെ ചേച്ചി. അയ്യേ, അവനൊക്കെ ചീള് കേസ്. അവനക്ക് അവനൊന്നുമല്ല. ചാനൽ നോട്ടിപ്പോ ഞാൻ പിടിച്ചല്ലോ. മാതൃഭൂമിയോ, ന്യൂസ് 18, ഏഷ്യാനെറ്റ്, കേരള വാർത്ത, മലയാള വാർത്ത ഒക്കെ പറ. അതൊക്കെയാണ്, അതിനൊക്കെയാണ് ചാനൽ എന്ന് പറയുന്നത്. ഇവനൊക്കെ പോലെ ഈ മലയാളം മറന്നാടി അടിയും കൊണ്ട് ചാകാറായി ഇപ്പോഴും വന്നിട്ടിരുന്നു. അയ്യേ, പോട്ടെ പുല്ല്, വെറും പുല്ല്. അയ്യേ, അവനൊക്കെ പേര് പറയുന്ന നാണില്ലേ? ചീള് കേസാണ് അതൊക്കെ. ചീള് കേസാണ്. അതൊക്കെ ഒരു മീഡിയ ആണോ എന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. പുള്ളിക്കാരി വന്ന് ഈ പറയുന്ന ഇന്നലെ കഴിഞ്ഞ ആഴ്ച വന്ന് ഓൺലൈൻ മീഡിയയിലൂടെയാണ് പുള്ളിക്കാരി പറഞ്ഞത്.
അതുപോലൊരു ഓൺലൈൻ മീഡിയയാണ് മറുനാടൻ മലയാളിയും. അത് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണത്. അതിനെ വരെ പൂച്ചയ്ക്ക് അതൊക്കെ ഒരു ചാനലാണ്, അല്ല ഏതാണ്ടാ അങ്ങനെയുള്ള ചാനലൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അത് ഐ ഡോണ്ട് ബോദർ അബൌട്ട്, അതൊന്നും ഒരു കാര്യമില്ല. അതിപ്പം മിക്കവാറും കൊടുത്തോണെങ്കിൽ ഇങ്ങനെ പറ, മിനു 2 പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ, 50 നടന്മാരെ അങ്ങനെ അങ്ങനെയൊക്കെ ആൾ പറയുന്നുണ്ട്. അതിന് അത്രേ വിവരമുള്ളൂ. ഞാൻ എത്ര ഈവനൊക്കെ വിചാരിച്ചാൽ എന്നെ ഡിമ്മാക്കാൻ പറ്റുമോ? ആ, ഞാൻ മിനുവാ. പുലിയാന്ന് പറയുന്നില്ല, മിനു തന്നെ. എന്തുകൊണ്ടും പറഞ്ഞു, പോക്സിയോ കീക്സിയോ കൂക്സിയോ എന്തുകൊണ്ടും പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മിനു തന്നെയാണ്. അല്ലാതെ നിങ്ങളൊന്ന് ഒരു യൂട്യൂബേഴ്സ് വിചാരിച്ചാലോ ഒന്നും എന്നെ ഡിമ്മാക്കാൻ പറ്റില്ല. കേട്ടോ, ഒരു യൂട്യൂബേഴ്സ് വിചാരിച്ചാലും ചേച്ചിയെ ഡിമ്മാക്കാനേ പറ്റത്തില്ല. ഇതിപ്പോ ഇനി എന്ത് കേസിട്, ബോസ്കോ ബൂസ്ക കാസ്ക എന്തോ ഇടലും ഇട്ടോ, നോ പ്രോബ്ലം, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നാ പറയുന്നത്. ആ മീഡിയക്കാരൻ ചോദിക്കും നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കെന്ത് പേടിക്കാൻ, ഞാൻ ആരെ പേടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. പക്ഷെ ഈ ധൈര്യമൊന്നും അന്ന് കണ്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം. ഇന്ന് ഭയങ്കര ധൈര്യമാണ്, ഇന്നും എങ്ങും ഇല്ലാത്തൊരു ധൈര്യമാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ എല്ലാവരും കാശ് മേടിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ മീഡിയക്കാരന് കാശ് മേടിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ നമ്മൾ തിരക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലുള്ള മീഡിയയിൽ വന്നിട്ടാണല്ലോ ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യവും വന്ന് ഇതുപോലെ ബാലേന്ദ്ര മേനോനെതിരെ പറഞ്ഞതും ഇതുപോലെ കുറേ മീഡിയകളിൽ ഇരുന്നു കൊണ്ടാണല്ലോ, യൂട്യൂബേഴ്സിൻ്റെ മീഡിയയിൽ ഇരുന്നു കൊണ്ടാണല്ലോ. അപ്പോൾ ചേച്ചി കുറ്റം പറയുന്നതും യൂട്യൂബർക്കെതിരെയാണ്. കൊള്ളാം. എൻ്റെ ലക്ഷ്യം വേറെയാണ്, നീതി. ഇനി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഇതുപോലത്തെ ചീള് കേസുകളുടെ ഇതുപോലെ ഇങ്ങനെയുള്ള ചീള് കേസ് എൻ്റെ അടുത്ത് പറയരുത്. ആ പറയുമ്പോൾ നല്ല അഭിമാനമുള്ളവരുടെയൊക്കെ പേര് പറ. ഈ യൂട്യൂബേഴ്സ്, ഇവന് യൂട്യൂബിനല്ലേ, ഇവന് അതുകൊണ്ട് ജീവിക്കുന്നില്ല, യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നില്ലേ. മറുനാടൻ മലയാളിയുടെ പേരും കളഞ്ഞു ഈ ചാനൽ. ജോയിച്ചോട് ഇപ്പോൾ 25 lakhs ഒരാളിലേക്ക് ഓഫർ ചെയ്തു കേസ് സെറ്റിലാക്കാൻ. മിനു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ അനുഭവിച്ചത് വേദന. എനിക്ക് ഒരുപാട് മാനസിക മെൻ്റൽ ട്രോമ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം താങ്ങി പിടിച്ചെന്തിനാണ് എൻ്റെ 2 മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി. ഞാൻ പ്രതികരിച്ചാൽ എൻ്റെ മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ, അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കുമോ എന്നെല്ലാം പേടിച്ച് മക്കളെ എങ്ങനെയെങ്കിലും ഒരു കാര്യത്തിലാണ് തിരിച്ചു കടവെട്ടിക്കൊണ്ടിരിക്കും. അവസാനം കണ്ട് അടങ്ങത്തുള്ളൂ. ഞാൻ ഇറങ്ങിയതെങ്കിൽ ഞാൻ ജയിച്ചിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ഇപ്പോൾ ചേച്ചി ജയിച്ചിട്ടേ തിരിച്ചു കയറിയാൽ മതി. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചേച്ചിയെ വശീകരിക്കാൻ വേണ്ടി 25 ലക്ഷം തരാം, കേസൊക്കെ ഒന്ന് ഒതുക്കി തീർക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയെ സമീപിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തുമായാലും പുള്ളിക്കാരി രണ്ടും കൽപ്പിച്ചാണ്. ഇപ്പോൾ ഇതാ സാജൻ്റെ കാര്യത്തിലും എയർപോർട്ടിൽ വെച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാജനൊക്കെ ഒരു ഉഷാറായിട്ടൊക്കെ നടക്കണം കേട്ടോ. ഇപ്പോൾ ഇവരെ കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കെതിരെയും വല്ലതും വന്നാലോ, അത് നിങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ചീള് കേസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് കാര്യങ്ങൾ കാച്ചുന്നത്. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, മെയിൻ ചാനലിലൊന്നും പോകുന്നില്ല, അവരൊന്നും എടുക്കുന്നില്ല, അവരൊന്നും ഇൻ്റർവ്യൂവിന് വിളിക്കത്തില്ലായിരിക്കും. കാര്യം എന്താണെന്നറിയാമോ, അവർക്കും മനസ്സിലായി ഇത് ആണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഓൺലൈൻ മീഡിയകളിലേക്ക് എത്തിയിരിക്കുന്നത്, ഇൻ്റർവ്യൂ പറയുന്നത്. അപ്പോൾ ചേച്ചിക്ക് പേടിയില്ല എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുക, എനിക്കാ പേടിയാ, എന്തെന്നാ ഇതൊന്നും മുമ്പിൽ കണ്ടില്ല. മുമ്പിൽ ഇത്ര ആൾക്കാർ പീഡിപ്പിച്ചു. ഈ പറയുന്ന ബാലേന്ദ്ര മേനോനൊക്കെ അതിക്രമിച്ചാ പീഡിപ്പിച്ചു. അതോടൊപ്പം തന്നെ ജയസൂര്യയൊക്കെ പീഡിപ്പിച്ചത് പുറയുന്ന് കെട്ടിപ്പിടിച്ചുമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചു. അത് കഴിഞ്ഞ് മന്ത്രിമാർ പീഡിപ്പിച്ചെന്ന് പറയും, മുകേഷ് പീഡിപ്പിച്ചു. അന്നേരം ഒന്നുമില്ലാത്ത ധൈര്യം, അന്നേരം ഒന്നും കാണാത്ത ധൈര്യം ഇപ്പോൾ പുള്ളിക്കുണ്ട്. ഇറങ്ങി തിരിച്ചു, ഇനി ഞാൻ അന്ത്യം കണ്ടിട്ടേ കയറൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ചേച്ചി. എല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക. ന്യായമുണ്ടെങ്കിൽ ചേച്ചി ഓക്കെ ആണേ, നമ്മളുണ്ട് കേട്ടോ. പക്ഷെ ന്യായമില്ലാത്ത കാര്യത്തിലാണെങ്കിൽ നമ്മളില്ലേ. അപ്പോൾ ചേച്ചി എന്തായാലും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നേ പിന്നാണ് ചേച്ചിയെ നമ്മൾ ഒന്ന് അറിഞ്ഞത്. ഇപ്പം അറിയാത്തവരായിട്ട് ആരുമില്ല. അങ്ങ് ഇൻ്റർനാഷണൽ ലെവലിൽ വരെ ചേച്ചി അറിയാം. ചേച്ചി ഇംഗ്ലീഷൊക്കെ അങ്ങോട്ട് വരച്ച് കാച്ചി അങ്ങോട്ട് കൊടുത്തില്ലേ. അതുകൊണ്ട് തന്നെ ചേച്ചിയെ എല്ലാവരും വിളിക്കും. ഇനി എന്തായാലും ചേച്ചിയുടെ മുഖം ഫേമസാ, അത്ര തന്നെ. എന്തായാലും സാജൻ സക്രിയ എന്ന് കരുതിയിരുന്നോ, ഏത് സമയത്തും നിങ്ങളെ ചെവിക്കൊട്ടി അടിച്ചു പറിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.